നമസ്കാരം. ഇന്ന് പ്രവചിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലെ ഉള്ള ഫലങ്ങളാണ്, ജ്യോതിഷ പ്രവചനങ്ങളാണ് നടത്തുന്നത്. 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള കാലഘട്ടത്തെ, ഒരു മാസത്തെ കാലഘട്ടത്തെ പ്രവചനങ്ങളാണ്. മോഡലുകളായി ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണമുള്ള ഒരു സമയമാണ്. ഫാഷൻ ഡിസൈനർമാർക്കും വളരെ ഗുണപ്പെട്ട ഒരു സമയമാണ്. സാമ്പത്തികമായ മെച്ചങ്ങൾ പ്രതീക്ഷിക്കാം. നൃത്തം, അഭിനയം രംഗത്തുള്ളവർക്കും സാമ്പത്തിക സ്ഥിതി മെച്ചമാകാം. അവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ വിശേഷിച്ചും സിനിമാ രംഗത്തുള്ള അഭിനയത്തിലുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ അവർക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അലങ്കാരപ്പണികൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ധാരാളം വർക്ക് കിട്ടുന്നതിനും അതുമൂലം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും സാധിക്കുന്നു. അതുപോലെ ഓട്ടോമൊബൈൽ തൊഴിലാളികൾക്കും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്നവർക്കും നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ഗുണമുള്ളൊരു സമയമാണ്. അവർക്കും എല്ലാം നല്ല രീതിയിൽ ഗുണങ്ങൾ ലഭിക്കാനുള്ള ധാരാളം വർക്ക് ലഭിക്കേണ്ട സാധ്യത കാണുന്നു. കൃഷി ഉപജീവനമാക്കിയവർക്കും ധാരാളം സാമ്പത്തിക മെച്ചങ്ങൾ ഉണ്ടാകുന്നു. റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കും വളരെ ഗുണപ്പെട്ട ഒരു സമയമാണ്. ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ചെയ്യുന്നവർക്കും വളരെ ഗുണപ്പെട്ട ഒരു സമയമാണ്. ധാരാളം വർക്കുകൾ ലഭിക്കുകയും അതുമൂലം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നു. പല രീതിയിലുള്ള രോഗങ്ങളാൽ ഹൃദയത്തിൻ്റെ സംബന്ധിച്ചതോ ശ്വാസകോശ സംബന്ധിച്ചതോ ആയ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഈ മാസം ആശ്വാസം ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്കും അതുപോലെ സ്ഥാനക്കയറ്റവും ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിവാഹ നിശ്ചയം ഈ മാസം നടത്തുവാൻ സാധിക്കും. സാധാരണ ദിവസക്കൂലി എടുക്കുന്നവർക്ക് കുംഭമാസം വളരെ അനുകൂലമാകുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ നടത്തുന്നു, എല്ലാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് നല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു. ഇനി പ്രവചിക്കാൻ പോകുന്നത് മോശമായ ഫലങ്ങളെയാണ്. കുറച്ച് ധനപരമായിട്ടുള്ള നഷ്ടം കാണുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ധനം നഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കുക. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വരാണ്ട് നോക്കുക. ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവേണ്ട സാധ്യത കാണുന്നു. പുത്രന്മാരുണ്ടെങ്കിൽ അവർക്ക് ചില അസുഖങ്ങളൊന്നും കൂടേണ്ട സാധ്യതയുണ്ട്. എന്നാലും ഭയക്കേണ്ടതില്ല, അത് വൈദ്യസഹായം തേടിയാൽ മതിയാകും. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക്, അതായത് 100% കൃത്യതയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അതല്ലെങ്കിൽ നിങ്ങൾ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.